വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ 13-കാരിയെ നാളെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തെത്തിക്കും. ഇതിനായി കേരളത്തിൽ നിന്നുള്ള ഒരു പോലീസ് സംഘം വിജയവാഡയിലെത്തി. വിജയവാഡയിൽ നിന്ന് ട്രെയിൻ മാർഗം അവർ വിശാഖപട്ടണത്ത് എത്തിച്ചേരും എന്നാണ് അറിയുന്നത്. വിശാഖപട്ടണത്ത് ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ വാർത്താ സംഘത്തിലെ അരുൺ പൂപ്പറമ്പ് തത്സമയം ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, വിശദാംശങ്ങൾ പറയൂ. എസ്കൈൻ, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള സംഘം ഇപ്പോൾ വിജയവാഡയിൽ എത്തിയിരിക്കുകയാണ്. അവർ ട്രെയിൻ മാർഗമായിരിക്കും വിശാഖപട്ടണത്തേക്ക് എത്തുക. അതായത് നിലവിൽ വിജയവാഡയിലെത്തിയ ഒരു വിശ്രമത്തിന് ശേഷം ഉച്ചയ്ക്ക് 3 മണിയോടെ അവർ വിശാഖപട്ടണത്ത് ട്രെയിൻ മാർഗം എത്തിച്ചേരും എന്നതാണ് നിലവിൽ ഇപ്പോൾ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദൃശ്യത്തിലേക്ക് പോകാം. ഈ വിശാഖപട്ടണത്തെ CWCയുടെ കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ 13-കാരി തിരുവനന്തപുരത്ത് നിന്ന് കാണാതായി വിശാഖപട്ടണത്ത് കണ്ടെത്തിയിട്ടുള്ള കുട്ടി നിലവിലുള്ളത്. കുട്ടി വളരെ സുരക്ഷിതമായി ആരോഗ്യവതിയായി ഈ കേന്ദ്രത്തിലുണ്ട്. പൂർണ്ണ സമയവും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അവരുടെ ജീവനക്കാരുടെ നിരീക്ഷണത്തിലാണ് കുട്ടിയുള്ളത്. കുട്ടിക്ക് ഇന്നലെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഉൾപ്പെടെ ഇവർ നൽകിയിരുന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ കുട്ടി നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നതാണ് നമ്മളിപ്പോൾ രാവിലെ എത്തിയതിന് ശേഷവും അവരോട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് നിലവിൽ എന്തായാലും പ്രവേശനമില്ല. കുട്ടിയെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രവേശനമില്ല. പോലീസ് എത്തിയതിന് ശേഷം കുട്ടിയെ നമ്മൾ കാണിക്കും എന്നതാണ് ഇപ്പോൾ നിലവിൽ എന്തായാലും അറിയിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഇവിടുത്തെ നടപടി എന്നുള്ളത് പോലീസ് സംഘം എത്തിച്ചേർന്നാൽ മറ്റ് കൂടുതൽ നിയമ നടപടികൾ ഇവിടെ പൂർത്തീകരിക്കാനില്ല. മജിസ്ട്രേറ്റിന് മുമ്പിൽ തിരുവനന്തപുരത്ത് എത്തിച്ചതിന് ശേഷമായിരിക്കും ഹാജരാക്കുക എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു വൈദ്യപരിശോധന ഉണ്ടാകും. അതിനുശേഷം കുട്ടിയെ ഇവിടെ CWC കേരള പോലീസിന് കൈമാറും. അതിനുശേഷം കേരള പോലീസ് ഉടൻ തന്നെ കേരളത്തിലേക്ക്, അതായത് തിരുവനന്തപുരത്തേക്ക് മടങ്ങും എന്നതാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും അറിയിച്ചിട്ടുള്ളത്. അതിൽ എങ്ങനെ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്ന കാര്യത്തിൽ, അതായത് ഇന്ന് ട്രെയിൻ മാർഗമാണോ അല്ലെങ്കിൽ നേരത്തെ പോലീസ് അറിയിച്ചിരുന്നത് ഫ്ലൈറ്റ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ തേടുന്നുണ്ട് എന്നതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് തന്നെ മടങ്ങാനുള്ള സാധ്യതയാണ് എന്തായാലും പോലീസ് തേടുന്നത്. മറ്റ് എന്തെങ്കിലും പ്രായോഗിക പ്രശ്നമുണ്ടെങ്കിൽ മാത്രമേ നാളത്തേക്ക് അത് നീട്ടൂ എന്നതാണ് നിലവിലിപ്പം എന്തായാലും പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ വ്യക്തത വരേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഇന്നലെ തന്നെ പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കുട്ടി എന്തിനാണ് വീട് വിട്ട് ഇറങ്ങിയതെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണമുണ്ട്. അതായത് ഈ കുട്ടിക്ക് ഈ മാതാപിതാക്കളിൽ നിന്നും മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ അന്വേഷിക്കുമെന്ന് ഇന്നലെ തിരുവനന്തപുരം DCP ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം അതിൽ കുട്ടിയുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തി കുട്ടി എന്താണ് ആ കാര്യത്തിൽ പറയുന്നത് എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം അയക്കണോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കൂ എന്നതാണ് പോലീസ് എന്തായാലും അറിയിച്ചിട്ടുള്ളത്. അത്തരം വിശദമായിട്ടുള്ള അന്വേഷണം കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ചതിന് ശേഷം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം ഉണ്ടാകും എന്നതാണ് നിലവിൽ പോലീസ് ഈ ഘട്ടത്തിൽ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അരുൺ പൂപ്പറമ്പ.